ഇത് ചുമ്മാ ആൾക്കാർ വെറുതെ ബ്രോഷറിലും നെറ്റിലും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന സാധനമാണ്. റിയലിസ്റ്റിക്കലി എന്താ അവസ്ഥ ജോർജി? ആ ക്വാളിറ്റി, ആ എഡ്യൂക്കേഷൻ ടോപ്പാന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ്? അത് നമ്മളിപ്പോ ഒരു കുട്ടി വിളിക്കുന്ന സമയത്ത് അവര് വെറും ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ വെറും ഒരു എത്ര ബഡ്ജറ്റ് 50 ലക്ഷം ജോർജി ഇങ്ങനെയല്ലല്ലോ പറയണത്. ആ കുട്ടീനോട് അവരുടെ +2 പഠിക്കുന്ന മുതൽ മുന്നേ പഠിച്ചു വന്ന ഹാബിറ്റ് മുതൽ എങ്ങനെയാണ് പഠിച്ചു വന്നത്, പഠിക്കുന്ന ശീലങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഇഷ്ടപ്പെട്ട സബ്ജക്ട്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്, കരിയർ എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണല്ലോ ഇതിങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് പോയിന്റ് ചെയ്ത് കണക്ട് ചെയ്ത് രാജ്യം എന്നുള്ള പറഞ്ഞു. ക്ലിനിക്കൽസ് ജോർജിയയിൽ കുറവാണെന്ന് പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിൽ 3rd ഇയർ കഴിയാതെ ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ജോർജിയയുടെ റൂളാണ്. എന്നാൽ ഉസ്ബെക്ക് പോലുള്ള ഏഷ്യൻ കൺട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1st ഇയർ മുതലേ ക്ലിനിക്കൽസിന് കയറാം. ശരിക്ക് ആരാണ് ജോർജിയയിൽ MBBS ചൂസ് ചെയ്യേണ്ടത്? നമ്മളിന്ന് നമ്മുടെ മെഡ്കാസ്റ്റിന്റെ അടുത്തൊരു എപ്പിസോഡിലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അബ്രോഡ് MBBS കുറിച്ചിട്ട്, പല രാജ്യങ്ങളെ കുറിച്ചിട്ട്, ഇന്ത്യയിൽ MBBS കുറിച്ചിട്ട്, അതുപോലെ തന്നെ അബ്രോഡ് MBBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ രാജ്യങ്ങളിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഓവർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അബ്രോഡ് MBBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്ന് മലയാളി സ്റ്റുഡൻസ് ഒരുപാട് കുട്ടികൾ MBBS പഠിക്കാൻ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജോർജിയനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജോർജിയയിൽ ശരിക്ക് പലർക്കും ഒരുപാട് ഡൗട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വ്ളോഗുകളുണ്ട്, ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. എന്നാലും ഒരുപാട് മിത്തുകൾ വരുന്നുണ്ട്. പലരും പല രീതിയിലാണ് ജോർജിയനെ പ്രസൻറ്റ് ചെയ്യണത്. ജോർജിയയിൽ MBBS വാലിഡ് ആണോ, അതേപോലെ ജോർജിയ എങ്ങനെയാണ്, ജോർജിയയിലെ കൾച്ചർ എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ക്ലിനിക്കൽസ് ഉണ്ടോ, പിന്നെ ഇതുപോലത്തെ ഒരുപാട് മിത്തുകൾ ജോർജിയനെ കുറിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്താണ്, ശരിക്കും ജോർജിയയിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ജോർജിയയുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് ജോർജിയനെ കുറിച്ച് പറയണം, ജോർജിയയിലെ NMC ഗൈഡ്ലൈൻസിനെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ കൺട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണം. അതിനുശേഷം നമുക്ക് അവിടെയുള്ള ഓരോ യൂണിവേഴ്സിറ്റികളുടെയും എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നെടുത്ത് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾ അബ്രോഡ് MBBS പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾ കാണുന്നതിലൂടെ ജോർജിയയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റുകളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാം ഒന്നും മറച്ചു വെക്കാതെ അൺബയാസ്ഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഹാഷിലും ഷിംനയുണ്ട്. അപ്പോൾ ഹാഷിൽ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷിംന ആദ്യമായിട്ട് വരികയാണ്. ഷിംനക്കും പരാതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാത്രമേ ഇല്ല, നിങ്ങൾ മാത്രമേ ഇരുന്ന്. അപ്പോൾ അങ്ങനെ ഷിംനനും കൂടെ വിളിച്ചതാണ്. അപ്പോൾ അതല്ലട്ടോ, ശരിക്ക് ഷിംന ഇവിടെ ഉണ്ടായിരുന്നില്ല, വേറെ കുറച്ച് വർക്കുകളിലായിരുന്നു. അതുകൊണ്ടാണ് ഷിംന ഉണ്ടാവാതിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ആശിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നതാണ്. എന്താണ് ജോർജിയനെ കുറിച്ചുള്ള കുട്ടികളുടെ ഒരു മൈൻഡ്? ജോർജിയയുടേത് ആക്ച്വലി കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കൺട്രി തന്നെയാണ്. ഇപ്പോൾ നമ്മളടുത്തൊരു 5 സ്റ്റുഡൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 3 ആൾക്കാരും ജോർജിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, 3-4 ആൾക്കാരും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിൻ്റെ ആ ഒരു ഫാക്ടർ ഉണ്ടായതുകൊണ്ടാണ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും എല്ലാവരും പോകുന്ന ഒരു കൺട്രി ഫോർ ഷുവർ ജോർജിയ തന്നെയായിരിക്കും. അവിടുത്തെ കാരണം കുട്ടികൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ കാണാറുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ലൈഫ്, ഈവൻ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളായാലും അടിപൊളി സ്ഥലമാണ്. പിന്നെ ചിൽ സ്ഥലമാണ്. കുറച്ച് ആൾക്കാർക്ക് ചില്ല് കൂടുന്നുണ്ട്, എന്നാലും എല്ലാവർക്കും പഠിത്തവും അതിൻ്റെ ഒപ്പം നല്ല സ്റ്റഡീസും. കാരണം വേറെ പല കൺട്രീസിൽ നിന്നും അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി എന്നാണ് ജോർജിയ. പോകുന്ന പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്ന്. ജോർജിയയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് എടുത്താൽ കുറച്ചുകൂടി നല്ല രസമുണ്ട്. നമ്മളൊക്കെ പോയപ്പോ എടുത്ത ഫോട്ടോസ് ഒക്കെ നല്ലതായിരുന്നു. നോർമലി ഇപ്പം നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആരാണ് ആക്ച്വലി ജോർജിയയിൽ പോയി പഠിക്കേണ്ടത്? അത് എനിക്കൊന്ന് അത് ഷിംനെ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ വിടുന്നുണ്ട്, അവരവിടെ നിന്ന് എങ്ങനെ മാറുന്നുണ്ട് എന്നുള്ള കാണുന്നുണ്ട്. എങ്ങനെയാണ് അവർ എൻജോയ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ സഫർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ജോർജിയയിലേക്ക് പോകുന്ന സ്റ്റുഡൻസിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടുതലും ജോർജിയ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് UAE സെറ്റിൽ ആയിരിക്കുന്നത്, GCC കൺട്രിയിൽ സെറ്റിൽ ആയിരിക്കുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. ഒന്നാമത് അവർക്ക് തൊട്ടടുത്താണ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ പാരൻസിനൊന്ന് വന്ന് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വരാനായിട്ട് പറ്റും. അതായത് GCC കൺട്രിയിലുള്ളവർക്ക് എല്ലാവർക്കും ജോർജിയയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓൺ അറൈവൽ വിസയിൽ വരാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു മെയിൻ റീസൺ ആയിട്ട് സ്റ്റുഡൻസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ പാരൻസും എടുക്കാറുണ്ട്. പെട്ടെന്നൊന്ന് പോയി കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റൊരു ഫ്ലൈറ്റ് കയറിയാൽ മതി, വേഗം എത്താൻ പറ്റും എന്നുള്ളത് ഒരു റീസൺ ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം
തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനായിട്ട് പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പം വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക്, ഇപ്പം UK, US പോലത്തെ കൺട്രീസിലേക്കും കൂടെ അവർക്ക് ഫ്യൂച്ചറിൽ ആ ഒരു പ്ലാനും കൂടെ ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ജോർജിയ ചൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം അവിടെ ഒരുപാട് സ്റ്റുഡൻസ്, അവരുടെ ചുറ്റിലുള്ള കുറേ സ്റ്റുഡൻസ് USMLE അതുപോലെ തന്നെ പ്ലാബ് പോലത്തെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീൻ്റെ സൈഡൊന്നും അതിനുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു പ്ലാന്, പിന്നെ മോസ്റ്റ് നമ്മുടെ ബഡ്ജറ്റാണ്. അതായത് ഒരു ആവറേജ് ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുമ്പോൾ. നമുക്കൊരു 5 lakh ഒരു ബഡ്ജറ്റ്, അതായത് പെർ ഇയർ ഫീസ് ഒരു 5 lakh അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പാരൻസ് ആവണം. അതുപോലെ തന്നെ മന്ത്ലി എക്സ്പെൻസ്, ഇപ്പം ഒരു 2-3-4 വർഷം മുന്നേ ഒക്കെ കുറച്ച് എക്സ്പെൻസ് കുറവായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഒരു 25,000 മിനിമം 25,000 രൂപേൻ്റെ നമുക്കൊരു മന്ത്ലി എക്സ്പെൻസും വേണം. അപ്പം അതും മീറ്റ് ചെയ്യാൻ പറ്റുന്ന പാരൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ജോർജിയ എടുക്കുക എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് അവിടെ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നല്ല ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 10-25 യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എഡ്യൂക്കേഷൻ്റെ കാര്യം. പക്ഷേ സ്റ്റുഡൻസ് ഹാപ്പിയാണ് ജോർജിയയിൽ. അതായത് ജോർജിയ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ല ഈ പറഞ്ഞ കാര്യം. അതായത് ഓരോ പോയിന്റുകളായിട്ട് എടുക്കുന്ന സമയത്ത് ഷിംന ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, ഒന്ന് അതായത് ഓണറേബിൾ വിസ, പല രാജ്യങ്ങളിലുള്ള ഓണറേബിൾ വിസ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേത് പല രാജ്യങ്ങളിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് UK എന്നുള്ള ഗൗരി ഉണ്ട്, UK സിറ്റിസൺ ഗൗരി മാത്രമല്ല, നമുക്കൊരു 5ഓളം സ്റ്റുഡൻസ് ഉണ്ട് UK എന്നുള്ളത്. UK സിറ്റിസൺ ഗൗരി മാത്രമല്ല, UK സിറ്റിസൺ ഗൗരി മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ റെസിഡന്റ് ആയിട്ടുള്ള 5ഓളം ആൾക്ക്, അതായത് അവർ ഇന്ത്യയിൽ എക്സാം ചെയ്തോ നീറ്റ് ചെയ്തോ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഇന്ത്യയിൽ ഒന്നും എഴുതാനേ താല്പര്യമില്ല. അവർ അവിടെ സെറ്റിൽഡ് ആണ്, കുറെ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അവിടുത്തെ പാസ്പോർട്ടുള്ള ആൾക്കാർ പിന്നെ അവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് ചുമ്മാ ആൾക്കാർ വെറുതെ ബ്രോഷറിലും നെറ്റിലും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന സാധനമാണ്. അതെ, റിയലിസ്റ്റിക്കലി എന്താ അവസ്ഥ ജോർജിയ? ആ ക്വാളിറ്റി, ആ എഡ്യൂക്കേഷൻ ടോപ്പാന്ന് പറയുന്നത്. നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് ജോർജിയയിൽ പോയി നോക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുന്ന നമ്മൾ എല്ലാ രാജ്യത്തെയും കുട്ടികളോട് സംസാരിക്കും. നമ്മൾ വെറുതെ കുട്ടികളെ വിട്ടിട്ട് കുട്ടികളെ അവരുടെ പാട്ടിന് വിടുന്നതല്ല. എല്ലാ കൊല്ലവും ഒരു 3-4 പ്രാവശ്യം ഈ കുട്ടികളെല്ലാം ഓരോരുത്തരെയും ഓരോ യൂണിവേഴ്സിറ്റിയിലും, നമ്മൾ ആദ്യം പോയ കുട്ടികൾ മുതൽ ടിബിലിസിയിലുള്ള സമയത്ത് നമ്മളെ കണ്ടിട്ടേ വരാറുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കൂടെ വന്ന് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഓരോ രാജ്യത്തുള്ളതും നമുക്ക് ഏകദേശം എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് ഓരോ യൂണിവേഴ്സിറ്റി അറിയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് മോസ്റ്റ്ലി USMLE ക്വാളിഫൈഡ് ആണ്. രണ്ടാമത് അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ പല രാജ്യങ്ങളിലും മെറ്റീരിയൽസ് ആയിട്ട് റെഫർ ചെയ്യുന്നത് ഇന്ത്യൻ ബുക്സ് ആണ്. എന്നാൽ ജോർജിയയിൽ ഭൂരിഭാഗം ടീച്ചേഴ്സും USMLE ക്വാളിഫൈഡ് ആയതുകൊണ്ട് അവരെല്ലാം USMLEയുടെ മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് എടുക്കുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരുപാട് കണ്ടന്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കണം എന്നുള്ള രീതിയിലാണ്. അത്ര ഫ്രീ അല്ല. പക്ഷെ എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. ഇവരുടെ എക്സാമിനേഷൻ സിസ്റ്റം, അതായത് ക്ലാസ്സിൽ നിന്ന് ഇവർ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പോലും USMLEയുടെ ക്വസ്റ്റ്യൻസിനനുസരിച്ചാണ്. അതായത് എങ്ങനെ പല സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് എത്താം എന്നുള്ള രീതിയിലാണ്. അതായത് അത്രയും വെറും ഒരു അനാട്ടമി ക്വസ്റ്റ്യൻ, അനാട്ടമി മാത്രം എടുക്കാതെ പലതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരുടെ ഡിസ്കഷൻ പോലും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ കുട്ടികൾ ഇപ്പം നമുക്ക് അറിയാം മോൾഡോവയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന കുട്ടികളുണ്ട് ജോർജിയയിലേക്ക്. മോൾഡോവ മോശം എന്നല്ല പറയുന്നത്, ഉക്രൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊന്നും മോശമാണെന്നല്ല പറയുന്നത്. അപ്പോൾ തിയറിറ്റിക്കൽ എഡ്യൂക്കേഷൻ എനിക്ക് ഈ രാജ്യങ്ങളെക്കാളും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ജോർജിയാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റെ പോസിറ്റീവ് ഉണ്ട്. അവരുടെ ഇടയിൽ തന്നെ ഒരു പിയർ പ്രഷർ ഉണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ. അതെ, എക്സാം എഴുതണം, കാരണം അവരുടെ സീനിയേഴ്സ് കാണുന്ന ആ ഒരു ഫാക്ടർ ഉണ്ട്. നമ്മൾ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. ആ ടോട്ടൽ ബഡ്ജറ്റ് ഒന്ന് കറക്റ്റ്. അത് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റിന്റെ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ആരാണ് ജോർജിയ ചൂസ് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് മറ്റേതിലേക്ക് പോകും. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ അഫോർഡ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത് യൂറോപ്പ് അല്ലെങ്കിൽ US ജോർജിയ നല്ലതാണ്. എന്തുകൊണ്ട് US യൂറോപ്പ് എന്ന് പറയുന്നത്, ഒന്ന് യൂറോപ്പിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെ. UK എന്നുള്ള നമ്മളിപ്പം ഗൗരി പറഞ്ഞ പോലെ ഗൗരി ഉണ്ട്, UK സിറ്റിസൺ ആണ്. ബാക്കിയുള്ള ഒരുപാട് റെസിഡൻസ് ആയിട്ടുള്ള UK റെസിഡൻസ് ഉണ്ട്. പിന്നെ യൂറോപ്പിൽ നിന്നുള്ള പല രാജ്യങ്ങളുടെ മാൾട്ടയിൽ നിന്നുള്ള റെസിഡൻസ് ഉണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളുണ്ട്, ജർമ്മനിയിൽ നിന്നുള്ള ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് പഠിക്കുന്ന കാര്യം എന്താ വെച്ചാൽ കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുന്നതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം തിരിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ അല്ലെങ്കിൽ US പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, UK പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഓൾറെഡി ആ ഒരു പാത്വേയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പിയർ പ്രഷർ അവിടെ ഉണ്ട്, ആശിൽ പറഞ്ഞ പോലെ. മൂന്നാമത്തെ ഒരു കാര്യം, മിഡിൽ ഈസ്റ്റിലേക്ക് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പൊതുവെ മറ്റുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യാറുണ്ട്. ഈജിപ്ത് ചൂസ് ചെയ്യാറുണ്ട്, അസർബൈജാൻ ചൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രാജ്യങ്ങളെല്ലാം ചൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ജോർജിയയും ഈ രാജ്യങ്ങളിൽ അറബിക് സംസാരിക്കുന്നത്. ഈജിപ്തിൽ അറബിക് ആണെന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്.
അത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജോർജിയ ആണെങ്കിലും ഈ ഒരു ഈജിപ്ത് ആണെങ്കിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഇതെടുക്കുന്ന സമയത്ത് അതായത് മിഡിൽ ഈസ്റ്റിൽ സെറ്റിൽ ആവേണ്ട ആളുകളാണെങ്കിൽ ജോർജിയ എടുക്കുന്നത് ഒരു ഓപ്ഷൻ, ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. കാരണം പേരൻസിന് വന്നു പോവാം, ആ ഒരു കാര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ പഠിച്ച ഒരുപാട് ഡോക്ടേഴ്സ് ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എംറി പോലുള്ള, അതായത് UAE നമുക്ക് PG ചെയ്യാനുള്ള എക്സാമാണ് എംറിയുടെ സിലബസ് ഓൾമോസ്റ്റ് USMLEയുടെ സിലബസ് ആണ്. പിന്നെ ഇവർ യൂണിവേഴ്സിറ്റി ജോർജിയയിലെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യുന്നത് USMLE ബേസ്ഡ് മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് എയ്ഡ് ഒക്കെയാണ് അവർക്ക് അനാട്ടമി കൊടുക്കുന്ന നോട്ട്സ് എല്ലാം ഫസ്റ്റ് എയ്ഡ് ബേസ്ഡ് ആണ്. ടീച്ചേഴ്സ് മോസ്റ്റ്ലി USMLE ക്വാളിഫൈഡ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൊതുവെ പറയാറുള്ള USMLEയുടെ റെഫറൻസിനെല്ലാം ടീച്ചേഴ്സിനോട് കോൺടാക്ട് ചെയ്താൽ മതി. ടീച്ചേഴ്സിന് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. പ്രത്യേക പല യൂണിവേഴ്സിറ്റികളും USMLEയുടെ ഗൈഡൻസ് യൂണിവേഴ്സിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. പിന്നെ അടുത്തൊരു കാര്യമാണ് കുട്ടികൾ, അതായത് നാട് അല്ലെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ ഇന്ത്യ ചെറുപ്പം മുതലേ മറ്റൊരു രാജ്യത്ത് വളർന്നതാണ്. നമ്മുടെ ആ ഒരു കൾച്ചറുമായിട്ട് അങ്ങ് അഡോപ്റ്റ് ആവാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ലാസ്റ്റ് വെക്കേഷൻ വന്നാൽ പോലും ഒരു മാസം നിൽക്കാൻ പറ്റാതെ തിരിച്ചു വന്ന കുട്ടികളുടെ മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെ, ഒരുപാട് ആൾക്കാരറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോർജിയ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് ജോർജിയയിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നാട് മോശമായതുകൊണ്ടോ നാട്ടിലെ എഡ്യൂക്കേഷൻ മോശമായതുകൊണ്ടോ അല്ല, ആ കുട്ടിക്ക് കൾച്ചർ അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ്. അതായത് ഒരു 10th 12th വരെ ഒരു ടൈപ്പ് ഓഫ് വൈബുള്ളവരെ പഠിച്ചിട്ട് അതേ ഒരു വൈബ് പിന്നെ അവർക്ക് കിട്ടാത്തപ്പോ. അതെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് NMC ഗൈഡ് ലൈൻസിൻ്റെത്. അപ്പോൾ സ്റ്റിൽ സ്റ്റുഡൻസും പാരൻസും കൺഫ്യൂസിങ് ആണ്. ജോർജിയയിൽ 9 വർഷമാണോ അല്ലാന്നുണ്ടെങ്കിൽ 6 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പോഴും സ്റ്റുഡൻസിന് കിട്ടാത്ത പോലെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്. എല്ലാവരും പറയണത് എന്താ വെച്ചാൽ ജോർജിയയിൽ രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ UG കഴിഞ്ഞതിന് ജോർജിയയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ 6 years കഴിഞ്ഞു, FMG ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തൊന്നായിരിക്കും. ശരിക്കും NMC ഗൈഡ് ലൈൻസ് ജോർജിയ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ